ഇന്ന് പുലർച്ചെ ആന ഇറങ്ങിയ മയിലാടുംകുന്നിലാണ് നിൽക്കുന്നത്. എന്നോടൊപ്പമുള്ളത് പിണ്ടിമന പഞ്ചായത്ത് 2-ാം വാർഡ് മെമ്പറാണ്. ഈ മെമ്പറുടെ സമീപ പ്രദേശത്താണ് ഈ ആന എത്തിയിട്ടുള്ളത്. നമുക്ക് മെമ്പർക്ക് എന്താ പറയാനുള്ളത് ചോദിക്കാം. എന്താണ് മെമ്പറെ സംഭവിച്ചത്? ഇന്നലെ രാത്രിയിലാണ് ഈ ആന വന്നത്. ഇന്ന് വെളുപ്പിനെ ആളുകൾ വിളിച്ച് എന്നോട് പറയുമ്പോഴാണ് ഞാൻ ഈ വിവരങ്ങൾ അറിയുന്നത്. നമുക്ക് ഒരിക്കലും ഒരു അപ്രതീക്ഷിത സംഭവമായിട്ടാണ് ഇത് നമുക്ക് പിണ്ടിവന പഞ്ചായത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ വേട്ടാമ്പാറ, മുത്തംകുടി ആ ഭാഗങ്ങളിലൊക്കെ ആന വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും നമ്മുടെ ഈ ബൂത്താങ്കട്ട്, മയിലാടുംകുന്ന് ഉൾപ്പെടുന്ന ഈ ഭാഗങ്ങളിലേക്കൊന്നും ഒരിക്കലും ആന പ്രവേശിച്ചിട്ടില്ല. നമ്മുടെ തൊട്ടടുത്ത വെള്ളത്തിനക്കരെയൊക്കെ കഴിഞ്ഞ ദിവസം ആന വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ എല്ലാവരും വിളിച്ച് പറയുമ്പോഴും ഒരു ബൂത്താങ്കട്ടിനെ സംബന്ധിച്ച് ഈ മേഖല, മയിലാടുംകുന്ന് മേഖലയിലേക്ക് ആന എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്ത് തന്നെയായാലും വെട്ടാമ്പാറ ഭാഗത്തുനിന്ന് ഈ ആനക്കൂട്ടം എത്തി ഇടയ്ക്ക് എവിടെ തമ്പടിച്ചു. ഇവിടെ ഒരാനയുടെ കാൽപ്പാടുകളാണ് അധികം കാണുന്നത്. ആന ഈ ഭാഗത്തൂടെ കടന്നു വന്നിട്ട് ഈ റോഡിലൂടെ, ഇത് തൊണ്ടുകൽ ഐസസാറിൻ്റെ വീടാണ് ഈ കാണുന്നത്. ഐസസാറിൻ്റെ ഗേറ്റിൻ്റെ താഴെ കൂടെ ചെന്നിട്ട് കുറച്ച് മുമ്പോട്ട് പോയി അവിടെ ഒരു പ്ലാവ്, മറ്റ് കൃഷി ഇടങ്ങളിലുള്ള വസ്തുക്കളൊക്കെ നശിപ്പിച്ച് അത് പുറത്തേക്ക് കടന്നു വന്ന് കയ്യാൽ ഇടിഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ വളരെ ഒരു ഭയവിഹ്വലതയിലാണ് 2-ാം വാർഡിലുള്ള ആളുകൾ. ഇത് ആന തിരിച്ചു പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ വനവുമായി ഒത്തിരി ദൂരെയാണ് ഈ വാർഡ് നിൽക്കുന്നത്. അപ്പോൾ പുഴയ്ക്ക് അക്കരെയാണ് വനം ഉള്ളത്, ഇക്കരെ റബ്ബർ തോട്ടങ്ങളാണ്. ഈ തോട്ടങ്ങളിൽ എവിടെയെങ്കിലും ഈ ആന ഉണ്ടോ എന്നുള്ളതൊക്കെ ഒരു സംശയമാണ്. അപ്പോൾ വളരെയധികം ഭീതിയിലാണ് ആളുകൾ. ആദ്യമായിട്ട് നമ്മുടെ ബൂത്താങ്കട്ട് ഡാമിനോട് അല്ലെങ്കിൽ പുഴയോട് ചേർന്ന ഭാഗത്ത് ആന വന്ന് നിന്ന് അവിടെയുള്ള തോട്ടങ്ങളിലൊക്കെ നിന്നിട്ടുണ്ട്, അത് തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇത്ര ജനവാസ മേഖലയിലേക്ക് ആദ്യമായിട്ടാണ് ആന കടന്നു വരുന്നത്. മെമ്പർ പറയുന്നത് പോലെ തന്നെ നാട്ടുകാരെല്ലാം വലിയ ഭീതിയിലാണ്. ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് കാട്ടാന എത്തുന്നത്. സമീപ പ്രദേശങ്ങളിലെല്ലാം ആനകൾ എത്താറുണ്ട്. പക്ഷേ ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ വലിയ ജനവാസ മേഖലയാണ്. ചുറ്റുമുള്ളവരെല്ലാം വലിയ ആശങ്കയിലാണ്. ഇനിയും ആന എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ആശങ്കയിലാണ് അവരെല്ലാം. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ആന വരുമെന്ന്. കാരണം ഞങ്ങളുടെ അടുത്ത വനമേഖലയിലേക്ക് ആന വന്നിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്തേക്ക് വരില്ല എന്നാണ് എല്ലാവരും ഒരു വിശ്വാസം. അത് ഇന്നലത്തെ രാത്രിയോടുകൂടി ഞങ്ങളുടെ തീർന്നു. വലിയ ഭയപ്പാടിലാണ്. നല്ല ഭയപ്പാടില്ല. പിള്ളേരൊക്കെ അറിഞ്ഞിട്ടാ ഞാൻ പേടിയിലാണ്. സ്കൂളിൽ പോകാൻ വരെ പേടിയെന്ന് പറഞ്ഞു. അവസ്ഥയിലായി. ഈ മേഖലയിലെ ഏറ്റവും കൂടുതൽ കൈവെള്ളയിലെ രേഖ പോലെ പുതുത്താൻകെട്ട് അറിയാവുന്ന ഒരാളാണ് റോയ്. ടൂറിസ്റ്റ് ഗൈഡാണ്. പുതുത്താൻകെട്ടിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കുള്ള വഴികാട്ടിയാണ് റോയ്. ഈ റോയ്ക്ക് ഈ ആന വരുന്ന വഴികളൊക്കെ നല്ലോണം അറിയാവുന്നതാണ് നമ്മളോട് പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത് റോയോട് ചോദിക്കുക. അല്ലത് ആന വന്ന ആനക്ക് നാട്ടിലെ പൊതുവെ തീറ്റ പറഞ്ഞപ്പം നാട്ടിലേക്ക് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. എങ്കിലും നാട്ടിൻ പ്രദേശത്തെ ആളുകൾ തിങ്ങിപ്പാർന്ന സ്ഥലത്തേക്ക് ആന കൂടുതൽ ഇറങ്ങാറില്ലായിരുന്നു. വളരെ അപൂർവമായിട്ടാണ് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് വന്നത്. ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായേക്കുന്നത്. കാരണം ഇവിടെ ഒരിക്കലും ആന ഇത്രയും വീട് കവർ ചെയ്ത് ഇവിടെ ഇത്രയും ദൂരം വരില്ലായിരുന്നു. അപ്പോൾ നേരെ വന്നേക്കണം വേട്ടാമ്പാറ വഴി ചാടി നേരെ അവിടെയുള്ള കൃഷിയൊക്കെ നശിപ്പിച്ച് നേരെ ഉണ്ണുപ്പാടിൻ്റെ പോത്താനിക്കെട്ട് അവരുടെ റൂട്ട് വഴി ചാടി ഒരു ഗേറ്റ് തള്ളിത്തകർത്ത് അത് കയറി ജെയിംസിൻ്റെ ചാടി ഇവിടെ ശങ്കരത്തിൽ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ ഇവിടെ വീട് വിളിച്ച് തെണ്ണൂർ ഐസാനും വലിയ കയറി ഇറങ്ങിപ്പോയി കാണും മൊത്തം. അപ്പോൾ അതിപ്പോൾ ഇന്ന് കണ്ടുപിടിച്ചുകൊണ്ട് ഇനിയും അത് വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. കാരണം ഇവിടെ കൃഷി പാവും ചക്കയൊക്കെ ഉള്ള ഏരിയ കാണുമ്പോൾ കൃഷികൾ കാണുവാനുണ്ട്. അപ്പോൾ അത് തിന്നാൻ വേണ്ടി ഇനി വരും, വരാതിരിക്കില്ല. അപ്പോൾ അത് ഞാൻ കൂടുതൽ കുറയില്ല, ആന കുറയില്ലെങ്കിലും ആന കൂടുള്ളൂ. അപ്പോൾ എന്ത് നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു നടപടി ഉണ്ടാവണം എന്നാണ് ഞങ്ങളെല്ലാവരും ആവശ്യം. ഇപ്പോൾ നമ്മുടെ ആവശ്യം അത് തന്നെയാണ് ആവശ്യം. കഴിഞ്ഞാൽ ഒത്തിരി പിള്ളേരും ഒത്തിരി താമസിക്കുന്നതാണ്. ഇപ്പോൾ പേടിച്ച് രാത്രി കേൾക്കാനുള്ള അവസ്ഥയിലാണ്. ഈ വീടിൻ്റെയൊക്കെ സൈഡിൽ ആന വന്നേക്കണേ. ഒന്നും ആർക്കും ലക്ഷ്മി വീടിൻ്റെ കോളനി തൊട്ടിവിടെ എടുക്കുന്ന കോളനി ഇവിടെ അതിൻ്റെ സൈഡിൽ ആന വന്നേക്കണേ. അപ്പോൾ ഒത്തിരി പിള്ളേരും കുഞ്ഞും വലിയ ആൾക്കാരൊക്കെ ഒത്തിരി വലിയ ഉള്ളതാണ്. ഇവർക്കൊക്കെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ശരിക്കും പേടിയാണ് എല്ലാവർക്കും. അപ്പോൾ നമുക്കതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ചെയ്യാനുള്ള മാർഗ്ഗം സർക്കാരിൻ്റെ ഭാഗത്ത് നീക്കം ഉണ്ടായാലും പറ്റുള്ളൂ. നമുക്കും ചെയ്യാനില്ല. നമുക്ക് രാത്രി കണ്ണിൽ നോക്കിയിരിക്കുക എന്നല്ലാണ്ട് വേറെ ചെയ്യാൻ മാർഗ്ഗമില്ല. ഓടിപ്പിക്കുക മാത്രമേ ഉള്ളൂ. അതൊക്കെ പിള്ളേർക്ക് ഭയങ്കര പേടിയാണ്. അവരൊക്കെ പടത്തി കണ്ടുള്ളേ, നേരിട്ടുണ്ടല്ലോ എന്ന് പറയാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഭീതിയിലാണ്. അപ്പോൾ ശരിക്കും ഇവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് വന്നേക്കുന്നത്. ഇതിപ്പോൾ റോയ് പറയുമ്പോൾ നമുക്ക് ആധികാരികതയാണ്. കാരണം റോയ് ഈ കാടുമൊക്കെയായിട്ട് വളരെ അടുത്ത സൗഹൃദമുള്ളയാളാണ്. ഇത്തരം ഒരു പ്രദേശത്തേക്ക് ആന എത്തുമെന്ന് ഇദ്ദേഹം പോലും ഒരിക്കലും കരുതിയില്ല. കാരണം ഇത് വളരെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. ഇനിയുള്ള ഇവിടുത്തുകാരുടെ ജീവിതം ഓരോ നിമിഷവും ഭീതിയിലാണ് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സർക്കാർ അടിയന്തരമായി ഇവരുടെ ഭീതി പരിഹരിക്കാൻ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെയും ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും ആവശ്യം. M4 മലയാളം, കോതമംഗലം.